നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. തൃപ്രങ്കോട് നാളിശ്ശേരിയിൽ തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും. ബുധനാഴ്ച രാവിലെയാണ് നാളിശ്ശേരി സ്വദേശിയായ മുഹമ്മദ് ഷാഫിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. റിമാൻഡിൽ കഴിയുന്ന അതിഥി തൊഴിലാളി പശ്ചിമബംഗാൾ സ്വദേശി താരിഫുൽ ഹക്കിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും പണത്തെ ചൊല്ലിയുള്ള തർക്കമുണ്ടായതായും തുടർന്ന് മുഹമ്മദ് ഷാഫിയെ കഴുത്തിൽ പിടിച്ച് നിലത്തടിക്കുകയായിരുന്നുവെന്നും തിരു SHO അനിൽകുമാർ ടി മേപ്പള്ളി പറഞ്ഞു. തൃപ്രങ്കോട് നാളിശ്ശേരിയിൽ ആയിഷ വീട്ടിൽ മുഹമ്മദ് ഷാഫി കൊല്ലപ്പെട്ട സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന അതിഥി തൊഴിലാളിയായ പശ്ചിമബംഗാൾ രാജഡക്ക സ്വദേശി താരിഫുൽ ഹക്കിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരു SHO അനിൽകുമാർ ടി മേപ്പള്ളി പറഞ്ഞു. ഇപ്പോൾ നിലവിൽ അയാൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ കസ്റ്റഡി വാങ്ങും. പിന്നെ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കും. ഓൾറെഡി നമ്മൾ പിന്നെ തെളിവുശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫിംഗർ പ്രിൻറ്റ്, ഡോഗ് സ്ക്വാഡ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഫോട്ടോഗ്രാഫർ തുടങ്ങിയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് നമ്മൾ ചെയ്തിരുന്നു. വന്നതിൻ്റെയും പിന്നെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതൊക്കെയും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേയധികം കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. 14 രാത്രി ഇരുവരും ഒരുമിച്ചാണ് നാളിശ്ശേരിയിലെ വാടക വീട്ടിൽ താമസിച്ചത്. രാത്രി ഇരുവരും തമ്മിൽ താരിഫുൽ ഹക്കിന് മുഹമ്മദ് ഷാഫി നൽകാനുള്ള 30,000 രൂപയെ സംബന്ധിച്ച് തർക്കമുണ്ടാകുകയും താരിഫുൽ ഹക്ക് മുഹമ്മദ് ഷാഫിയുടെ കഴുത്തിന് പിടിച്ച് തല നിലത്തടിക്കുകയും മുഹമ്മദ് ഷാഫി രക്തം വാർന്ന് മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞു. പുലർച്ചെ സമയത്ത് ഈ വീണ്ടും എണീറ്റ് മദ്യപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പിന്നെ ഈ പൈസ ചൊല്ലി തർക്കമുണ്ടായി. ഈ പൈസ ജോലി തർക്കമുണ്ടായ സമയത്ത് താരിഫുൾ എന്താ വെച്ചാൽ അയാൾ ഇത്തിരി ഹെൽത്തിയാണ്. 30 വയസ്സേ ഉള്ളൂ. പിന്നെ നല്ല ജോലി ചെയ്യണതിനോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. ഇയാൾ ഒരു 57 വയസ്സോളം പ്രായമുണ്ട് ഷാഫിക്ക്. അപ്പോൾ ഇയാളുടെ മുഖം ശരിക്കും ഇഞ്ചുറി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഇയാളുടെ തലയുടെ ഇടത്തെ ഭാഗത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ് ഉണ്ടായിരുന്നത്. അതിന് പുറവശത്ത് പിന്നെ തല ശക്തമായിട്ട് ഇത് തറയിലടിച്ചിട്ടാണ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചുറി വന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്ക് ഹെമറേജ് ഉണ്ടായിരുന്നതാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇത് നോർമലി ഒരു വീഴ്ചയിൽ ഉണ്ടാകുന്ന സംഭവമല്ല. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായാൽ മാത്രമാണ് ഈ തരത്തിലുള്ള മുറിവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴുത്തിലുള്ള കണ്ടീഷനുണ്ട്. അപ്പോൾ കഴുത്തിൽ പിടിച്ച് പിന്നെ ശക്തമായിട്ട് തറയിലടിച്ചു. അത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുഖത്തിൻ്റെ താടിയും വെച്ചിട്ട് മുഖം ശരിക്കും നന്നായിട്ട് വരച്ച് ഫ്രണ്ട് വശവും അയാൾ അടിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ മാരകമായിട്ട് മുറിവേൽപ്പിച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടുള്ളത്. 15 രാവിലെ 7 കെട്ടിടോടമ മുറി പരിശോധിച്ചപ്പോഴാണ് മുഹമ്മദ് ഷാഫി മരിച്ചു കിടക്കുന്നത് കണ്ടത്. മുറിയിൽ കിടക്കുകയായിരുന്ന താരിഫുൽ ഹക്ക് ഉടമയെ കണ്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് താരിഫുൽ ഹക്കിന് ആലത്തിയൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയത്. പോലീസ് പിടിയിലായ പ്രതി ആത്മഹത്യാ പ്രവണത കാണിക്കുകയും സ്വയം പരിക്കേൽക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതോടെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൊലപാതകത്തിന്റെ കാരണമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതൊക്കെ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ വരുന്നവർ പലരും ഈ ലഹരിയുടെ വലിയൊരു ഉപയോഗം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം കേരളത്തിൽ മുഴുവൻ തന്നെ പിന്നെ നമ്മൾ അതിഥി തൊഴിലാളികൾ പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്ത് ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ സമയത്തും കറക്റ്റായിട്ടുള്ള ID പ്രൂഫും ആരോ എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഈ തരത്തിലുള്ള ഈ സ്വഭാവ ദൂഷ്യങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോലീസിനൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു റീകൺസിലിയേഷന് വേണ്ടി പറ്റും, അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് മാറ്റാനോ നമുക്ക് ഉതകും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് അവരെ പിന്നെ മൊബൈൽ നമ്പർ കിട്ടിയതും അവരെ ID പ്രൂഫും ഉള്ള കാരണമാണ് നമുക്ക് പ്രതിയിലേക്ക് എത്താൻ വേണ്ടി പറ്റിയത്. അതർവൈസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കേസുകൾ ധാരാളം വരുന്നുണ്ട്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി. മരിച്ച മുഹമ്മദ് ഷാഫിയും പ്രതി താരിഫുൽ ഹക്കും മരം വെട്ട് ജോലിക്കും മറ്റ് കൂലിപ്പണിക്കും പതിവായി ഒരുമിച്ചാണ് പോകാറ്. താരിഫുൽ ഹക്ക് കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ കഴിയുകയാണ്. ഇയാൾ വയനാട്ടിലും ജോലി ചെയ്തിട്ടുണ്ട്. 4 മാസമായി തൃപ്രങ്കോട് മേഖലയിൽ ജോലി ചെയ്യുകയാണ്. വാടകമുറിയിൽ ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സംഭവ ദിവസം തന്നെ പരിശോധന നടത്തിയിരുന്നു.